guys, welcome back to my channel. Make a timetable and study can be productive after doing this. Let's move on the video. Yes guys, നമുക്കൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാം. അതായത് നമ്മൾ സ്റ്റഡിക്ക് ഒരു ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെയിൻലി നമ്മൾ പ്രൊഡക്റ്റീവ് ആണെന്ന് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ നമുക്ക് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാം. ഞാൻ ഏകദേശം ഒരു കറക്റ്റ് ആയിട്ടുള്ള അതായത് ഏകദേശം ഒരു വേവ് ലെങ്ത്തിൽ പോകുന്ന ഒരു ടൈം ടേബിളാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താം. കാരണം മോർണിംഗിൽ നമ്മൾ സ്കൂളിൽ പോകുന്ന ടൈമും സ്കൂളിൽ തിരിച്ചു വരുന്ന ടൈമും എല്ലാതും ഡിഫറെൻ്റ് ആയിരിക്കും എല്ലായിടത്തിലും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നേരെ നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ 6 o'clock to 6:30 വരെ ഞാൻ ഇവിടെ ഒരു ഫ്രഷ് അപ്പ് ടൈം ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒരു വേക്കപ്പ് ആൻഡ് ഫ്രഷ് അപ്പ്. അതായത് നമ്മൾ ഒന്ന് എഴുന്നേറ്റ് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി വെച്ച് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് നമ്മളൊന്ന് സെറ്റായിട്ടിരിക്കുക. അതിനുശേഷം 6:30 to 7 o'clock വരെ എക്സസൈസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. അതായത് യോഗ, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഈ ഒരു എക്സസൈസ് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മിനിമം ലൈറ്റായിട്ടെങ്കിലും ചെയ്യാം. നമ്മളെ പോസിറ്റീവ് ആക്കി ഇരുത്താൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കും. അതുപോലെ തന്നെ ഈ ഒരു എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിനും ഒക്കെ യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്നും ചെയ്യുന്ന എക്സസൈസ് എന്നും ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനെ കണ്ടിന്യൂ ചെയ്തു പോവാം. മിനിമം ഒരു ദിവസം നമ്മൾ ഒരു ബ്രീത്തിങ് എക്സസൈസ് എങ്കിലും ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. 7 o'clock to 7:30 എ ക്വിക്ക് റിവിഷൻ. അതായത് നമ്മൾ തലേ ദിവസം പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. അതായത് അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ റിവൈസ് ചെയ്ത് നോക്കി എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും കൂടി പഠിക്കുക. അപ്പോൾ നമുക്കൊന്നുകൂടി കോൺഫിഡൻസ് കിട്ടും. നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കോൺഫിഡൻസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂളിൽ പോകാനുള്ള എനർജി ഒന്നും കൂടി നമുക്ക് കൂടും ഗൈസ്. ദെൻ 7:30 to 8 o'clock ഫ്രഷ് അപ്പ് ടൈം ആൻഡ് ഗെറ്റ് റെഡി. അതായത് നമ്മൾ ഒരു അടിപൊളി പാത്തൊക്കെ ചെയ്ത് നമ്മൾ ഗെറ്റ് റെഡി ആയി യൂണിഫോം ഒക്കെ ഇട്ട് സെറ്റായിട്ട് നമ്മൾ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടുള്ള റെഡിയൊക്കെ ആയിട്ട് ഇരിക്കുക. ദെൻ 8 o'clock to 8:30 ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒന്ന് കഴിച്ച് നല്ല അടിപൊളിയായിട്ട്, അതായത് എന്നും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. സ്കൂളിൽ പോകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. സോ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ മോർണിംഗിൽ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യരുത് ഒരിക്കലും. അതിനുശേഷം ഞാനിവിടെ സ്കൂൾ ടൈമാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ക്ലോസിംഗ് ആണ്. അപ്പോൾ ദ ക്ലോസിംഗ് ഗൈസ്, സ്കൂളിൽ തിരിച്ചെത്തുന്നത് 5 o'clock to 5:30 ഞാൻ കൊടുത്തിട്ടുള്ളത്. അതായത് 5 o'clock തിരിച്ചെത്തിക്കഴിഞ്ഞാൽ 5:30 വരെ നമുക്ക് ഒന്ന് ഫ്രഷൻ അപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ടൈം കൊടുക്കുന്നത്. നമ്മൾ സ്കൂൾ വിട്ട് വന്നിട്ട് നമ്മൾ ആദ്യം തന്നെ ഫ്രഷ് ആവുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. അത് നല്ലൊരു ക്യാരക്ടർ ആയിരിക്കും, അതായത് നല്ലൊരു സ്വഭാവ രീതിയാണ് അത്. ഓക്കെ, ദെൻ 6:30 വരെ നമ്മൾ ആക്ടിവിറ്റീസോ നമുക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസ്, അതായത് ലൈക്ക് എന്തെങ്കിലും നമ്മുടെ ഒരു എൻ്റർടൈൻമെൻറ്റിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അതേപോലെ തന്നെ സ്നാക്സ്, ഒരു ടീ അതൊക്കെ കുടിച്ച് നല്ല കാം ആൻഡ് കൂളായിട്ട് ഇരിക്കാം. ദെൻ 6:30 to 8:30 വരെ ഞാനിവിടെ ടൈമായിട്ട് കൊടുക്കുന്നത് സ്റ്റഡി ടൈമാണ്. ഹോം വർക്കോ സ്റ്റഡിയോ ഒക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിനിടയിൽ നമുക്ക് 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ പിന്നെ ഞാൻ 8:30 to 9 o'clock വരെ നമ്മുടെ ഡിന്നർ ടൈം ആയിട്ടാണ് കൊടുക്കുന്നത്. നല്ല കാം ആൻഡ് കൂളായിട്ട് തന്നെ ഡിന്നറൊക്കെ കഴിച്ച് നമ്മളൊന്ന് സെറ്റായിരിക്കുക. ദെൻ 9 o'clock to 9:30 വരെ നമ്മൾ ടൈം ടേബിളൊക്കെ നാളത്തേക്കുള്ള ടൈം ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് ബാക്കി എന്തെങ്കിലും പഠിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പഠിച്ച് ഒന്നും കൂടി നമ്മൾ സെറ്റ് ആക്കുക. അതിനുശേഷം 9:30 to 10 o'clock വരെ, അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ 9 o'clock to 9:30 വരെ, അതായത് ഒരു ഹാഫ് ആൻ ഹവറിൽ പഠിച്ച് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നും കൂടി നമുക്ക് നീട്ടാൻ വേണ്ടി പറ്റും. അതായത് ഒന്നും കൂടി നമുക്ക് ടൈം ടേബിളിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം എല്ലാ ദിവസവും ഒരേപോലെ തന്നെ ആയിരിക്കില്ല നമുക്ക് പഠിക്കാനുണ്ടാവുക. എക്സാം ടൈംസിനൊക്കെ മാറ്റുണ്ടാവും. സോ ഞാൻ പറഞ്ഞു ചേഞ്ച് ചെയ്യാം. അതിനുശേഷം ഞാനിവിടെ 9:30 to 10 o'clock വരെ കൊടുക്കുന്നത് ഒരു ജേർണലിംഗ് അല്ലെങ്കിൽ ഡയറി ഇതൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ 10 o'clock വരെ തന്നെ നമുക്ക് പഠിക്കാം. അതിനുശേഷം ഞാൻ ഇവിടെ കൊടുക്കുന്നത് കുറച്ച് നേരം ഒരു 50 minutes ഒക്കെ റെസ്റ്റ് എടുക്കാം. റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരെ പോയി ഒരു ബുക്ക് റീഡിംഗ് ഒക്കെ, അതായത് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ബുക്ക് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു കാര്യമാണ്. സോ ബുക്ക് റീഡിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ പോയി ഒരു 10:30 ആകുമ്പോഴത്തേനും കിടന്നുറങ്ങാം. അതാവുമ്പോൾ വീണ്ടും നമുക്ക് നെക്സ്റ്റ് ഡേ 6 o'clock പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരം വൈകി ഉറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നീക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. സോ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഐ ഡോണ്ട് നോ, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ടൈം ടേബിൾ ടൈപ്പ് ഓഫ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് 4ാമത്തെ തവണയാണ്. ഫസ്റ്റ് ടൈം ഒന്നും വീഡിയോ എടുത്തിട്ട് എനിക്ക് തീരെ ഇഷ്ടമായില്ല. ഈ ഒരു വീഡിയോയും എനിക്ക് അങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ടില്ല. എനിക്കറിയില്ല ഈ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് ഞാനൊന്ന് നോക്കണം ഗൈസ്. എനിക്കറിയില്ല, ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ഇഷ്ടമാവുന്ന ഹോപ്പ്. ഓക്കെ, ദെൻ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.